ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ധന്യ. പ്രണയ വിവാഹം, അത് കഴിഞ്ഞ് മതം മാറി, അത് കഴിഞ്ഞ് നല്ല സന്തോഷത്തോടെ അവർ ജീവിച്ചു. അവസാനം അവർ ചെന്നെത്തിയത് മരണത്തില്. ഞാൻ ആരുടെ കാര്യം പറയുന്നതെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും. കാരണം ഞാൻ ഇന്നലെ ആ വാർത്ത കേട്ടപ്പോൾ വല്ലാത്തൊരു പേടിയായിരുന്നു എനിക്ക് തോന്നിയത്. കാരണം രണ്ട് സ്ത്രീകളും ഒരു പുരുഷനും അരുണാചലിൽ ഒരു ഹോട്ടലില് പിന്നെ രക്തം വാർന്ന് മരിച്ചു എന്ന് അറിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഇതെങ്ങനെയാണ് അപ്പൊ സംഭവിച്ചത്, എന്താണെന്ന് പറഞ്ഞിങ്ങനെ നമ്മൾ വിചാരിച്ചു. പക്ഷെ അതിന്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് അറിഞ്ഞപ്പോഴാണ് ഉള്ളിലൊരു ഭയം ഉള്ളത്. കാരണം വെൽ എഡ്യൂക്കേറ്റഡ് ആയ ഈ 3 പേരും എങ്ങനെയാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടാവരുത് എന്നും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ. കോട്ടയം സ്വദേശികളായ പിന്നെ നവീൻ തോമസും ദേവിയും ഭാര്യ ഭർത്താക്കന്മാരാണ്. അവരെ 13 വർഷക്കാലം മുന്നേ പ്രണയിച്ച് 13 വർഷക്കാലം മുന്നേ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളുകളാണ്. പക്ഷെ അവര് പിന്നെ നവീൻ തോമസ് ക്രിസ്ത്യനാണ്, ദേവി ഹിന്ദുവാണ്. അപ്പം ഇവര് ആ കല്യാണം കഴിഞ്ഞതോടുകൂടെ മതം മാറിയതിനു ശേഷം ഇവര് പറയുകയുണ്ടായി നമുക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്നുള്ളത്. അവര് തമ്മിൽ പരസ്പരം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവര് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ അവർ പോകുന്ന സമയത്താണ് ഈ നവീൻ തോമസ് ഈ പുനർജനി എന്ന് പറയുന്ന ഒരു സംഘടനയില് ഈ ദേവിനെയും കൂടെ ചേർത്തുന്നത്. അങ്ങനെ ദേവിയുടെ ഒരു ഫ്രണ്ടാണ് ആര്യ. അപ്പോ ആദ്യം ആര്യനെയാണ് കാണാതാവുന്നതും. ആര്യന്റെ കാര്യമായിരുന്നു ആദ്യം പുറത്തു വന്നിരുന്നത്. അപ്പോ ആര്യയുടെ കോൾ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ദേവിയുടെ ഫോൺ കോളിലേക്കാണ് ഏറ്റവും കൂടുതൽ അവർ സംസാരിച്ചിരിക്കുന്നതും പോകുന്നതും പിന്നെ അതിന്റെ ചാറ്റുകളും ഒക്കെ കിട്ടിയത് ദേവിയായിട്ടുള്ള ചാറ്റിംഗ് ആയിരുന്നു. അതായത് ഇവര് എങ്ങനെ പുനർജനിക്കാം, നമുക്ക് എങ്ങനെ മരിക്കണം, ഏതൊക്കെ രീതിയിൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യം അവർ ഇന്നും ഇന്നലെയല്ല, അവർ കുറേ ആയി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് വെക്കണം, അവര് രണ്ടുപേരും ഡോക്ടർമാരാണ്. അപ്പൊ ഈ 2 ഡോക്ടർമാരും ഇങ്ങനെയുള്ള ചിന്തകൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അപ്പൊ ഇനിയും അങ്ങനെയുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതിന്റെ പൂർണ്ണ രൂപമാണ് ഇവര്. കാരണം ഇവര് എന്തായാലും ആ ഒരു സംഘടനയിൽ അംഗമാണോ അംഗമല്ലയോ, അംഗമാണ് എന്നതാണ് ഇപ്പൊ പുറത്ത് വരുന്ന ഏറ്റവും വലിയ ഒരു ന്യൂസ്. അതില് ഒരാള്, അവരുടെ പരിസരവാസികളായ ഒരാള് സംസാരിക്കുന്നത് ഞാനിപ്പോ കേൾപ്പിച്ചു തരാം. ആയിട്ട് ഏകദേശം ഒരു 1.5 മാസമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. പയ്യന് നാട്ടുകാരുമായിട്ടൊന്നും അധിക സമ്പർക്കമൊന്നും ഇല്ലായിരുന്നു. ഇവര് പറഞ്ഞു കേട്ടതനുസരിച്ച് പുള്ളി ഈ പുനർജനി എന്ന് പറഞ്ഞൊരു സാത്താൻ സേവ എങ്ങനെയൊക്കെ ഇതാ, അതിനകത്തെ അംഗങ്ങളായിരുന്നു 2 പേര്. അങ്ങനെയാണ് ആ ഒരു സംഘടന ത്രൂ ആണ് ഇവര് അരുണാചലിൽ പോയിട്ട് ആ കൂട്ടത്തില് ഈ ഇവന്റെ ഭാര്യയുടെ കൂട്ടുകാരിയും കൂടെ ഉണ്ട്. ഇവര് 3 പേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. ആ ഒരു സംഘടനയെ പോയിട്ട് ഇവരുടെ മനസ്സ് മാറുമോ, അങ്ങനെ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്നുള്ള പരിചയമാണ്. ഇവിടെയായിട്ട് ആരുമായിട്ടും യാതൊരു പരിചയമില്ല, ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല. വന്നു കഴിഞ്ഞാൽ പരിക്കാത്തിരിക്കും. പിള്ളേരുമായിട്ടും ആരുമായിട്ടും ഒരു കോണ്ടാക്റ്റും ഇല്ല. അങ്ങനെ 13 വർഷം കല്യാണം കഴിച്ചിട്ട് ഇതുവരെ പിള്ളേരൊന്നും വേണ്ടെന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിരുന്നു അവരുടെ. അങ്ങനെ അവിടെ ചെന്ന് ഇപ്പം ഒരു 3 മണിയൊക്കെ ആയപ്പോഴാണ് സംഭവം അവിടുന്ന് മെസ്സേജ് വരുന്നത്. ആയുർവേദ ഡോക്ടർമാരാണ് ഇവർ രണ്ടുപേരും. ഇപ്പം ഇച്ചിരി കുറവല്ലേ. അത് കഴിഞ്ഞിട്ട് ഭാര്യയെ ജർമ്മൻ ഭാഷ പഠിപ്പിച്ച് വെളിയിലോട്ടെങ്ങാണ്ട് വിടാനുള്ള പരിപാടിയൊക്കെ തിരുവനന്തപുരത്ത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ഇവർ അരുണാചലിൽ എന്തിനു പോയെന്ന് മനസ്സിലാകുന്നില്ല. 3 പേരോടെയാണ് അവിടെ പോയിരിക്കുന്നത്. ചെറുപ്പത്തിൽ പഠിച്ചതൊക്കെ ഇവിടെ സ്കൂളിലായിരുന്നു. പക്ഷെ അതൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. നല്ല രീതിയിൽ പഠിച്ച് ആ സമയത്തൊക്കെ നല്ല സ്വഭാവവും കാര്യങ്ങളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവൻ തിരുവനന്തപുരത്ത് പോയി അവിടെ നിന്നാണ് സ്വഭാവവും കാര്യങ്ങളൊക്കെ മാറുന്നത്. ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നായിരുന്നു. പക്ഷെ പ്രായമായി കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു സംഘടനയിലോട്ട് മാറി. അങ്ങനെ പുള്ളിയുടെ സ്വഭാവം മാറി. 17-ാം തീയതിയാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു 1.5 മാസമായിട്ട് ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ 17-ാം തീയതിയാണ് ഇവിടുന്ന് പോകുന്നത്. എവിടെ പോകാമെന്നോ എന്നാന്നൊന്നും പറഞ്ഞില്ല. തിരുവനന്തപുരത്തിന് പോകാമെന്ന് പറഞ്ഞ് പോയത്. പക്ഷെ അരുണാചലിലാണ് ഇപ്പം സംഭവം നടന്നിരിക്കുന്നത്. സിറോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. അവിടുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. അരുണാചലിൽ തവാങ്ങിൽ ജോലിയുള്ള ഒരു പയ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പുള്ളി തിരക്കിട്ട് വിവരം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെ മെസ്സേജ് എന്താ ഇവിടുന്ന് ഈ മരിച്ച നവീന്റെ അപ്പാപ്പൻ ബോണി എന്ന് പറഞ്ഞ പയ്യൻ പോയിട്ടുണ്ട്. പിന്നെ 2 പേരൂടെ കൂട്ടി പോയിട്ടുണ്ട്. അവരിന്ന് അരുണാചലിന് ഫ്ലൈറ്റിന് പോയിട്ടുണ്ട്. ആ തിരുവനന്തപുരത്ത് ഈ പെണ്ണിന്റെ വീട്ടിലുള്ള ആൾക്കാരും കൂടെ കൂട്ടത്തിൽ ഒന്നിച്ച് പോകാനായിട്ടാണ്
അവരിപ്പോ ഇവിടുന്ന് പോയിട്ട് അരമണിക്കൂറായി പോയിട്ട്. എന്താ ഇപ്പൊ അവിടെ ചെന്നിട്ട് അപ്പോ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, പിന്നെ ഇങ്ങനെ ഒരു ഡോക്ടറാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരുമ്പോ നമ്മൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഓരോ സംഘടനകൾ വരുന്നുണ്ട്. അവര് ചിലപ്പോ പൊതുവായിട്ട് വരില്ല, ഓരോ ആളുകളെയും ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത്, മൈൻഡ് ബ്രെയിൻ വാഷ് ചെയ്ത് അവരെടുക്കും. എന്നിട്ട് അവര് പറയും നിങ്ങൾക്ക് ഒരുപാട് കോടികൾ കിട്ടും, സ്വത്തുക്കൾ കിട്ടും, നിങ്ങൾക്ക് മരണമില്ലാത്ത ഒരു ജീവിതം നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മോഹന വാഗ്ദാനങ്ങൾ തന്നിട്ടായിരിക്കും നമ്മളെ അതിലേക്ക്, ആ സംഘടനയിലേക്ക് നമ്മളെ ചിലപ്പോ ഒരു പക്ഷെ അവർ ക്യാൻവാസ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ളതിലൊന്നും പോയി ചെന്ന് പെടരുത്. വിദ്യാഭ്യാസം ഉള്ളവരും കണക്കാണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരും കണക്കാണ്. അതാണ് ഇപ്പോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ. എന്തായാലും ഇനി ഇതിന്റെ പിന്നിലുള്ള ആളുകളെ എന്തായാലും പിടിക്കണം. കാരണം ഇപ്പൊ നമ്മള് കുറച്ചുപേര് അവയർനെസ് ആയിട്ട് കാര്യമില്ല, കുറച്ചുപേര് അലേർട്ട് ആയിട്ട് കാര്യമില്ല. ഇതിന്റെ പിന്നിൽ ഒരുപാട് പേര് പെട്ടിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ഒരു കുരുക്കിൽ നിന്ന് രക്ഷപ്പെടണം എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അപ്പോ എല്ലാവരും അതിനുവേണ്ടി ശ്രമിക്കുക. ആരും ഇങ്ങനെയുള്ള ചതികളിൽ ചെന്ന് ചാടാതിരിക്കുക. എന്തായാലും നഷ്ടപ്പെട്ട് ഇവർക്ക് പിന്നെ അതിന്റെ ഒരു വേദനയും കാര്യങ്ങളും. പക്ഷെ ആര്യയുടെ അവസ്ഥയാണ്, ആര്യക്ക് 29 വയസ്സായിട്ടുള്ളൂ. ജീവിതം എന്താണെന്ന് പോലും ആ കുട്ടി അറിഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവരുടെ ഈ ഒരു ചതിക്കുഴിയിൽ വീഴുകയായിരുന്നു പാവം. എന്നിട്ട് ഇവരുടെ മരണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് സ്വയം ശരീരത്തില് വരഞ്ഞിട്ട് രക്തം വാർന്ന് മരിക്കുക. ഇതാണ് ഇവരുടെ ഒരു തിയറി മരണത്തിന്റെ. അപ്പൊ ഇതുപോലെ ഒരുപാട് ആളുകൾ അതുപോലെ ചെയ്യുന്നുണ്ടാവും. ദയവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പ്രശ്നത്തിലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഘടനകളിൽ നിങ്ങൾ എന്താ പറയാ, പെടാതിരിക്കുക. അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.